ഹലോ എവരിവൺ, പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ നമ്മുടെ കുരുമുളക് PVC പൈപ്പിൽ നട്ടിരിക്കുന്ന വഴിയാണ്. കുരുമുളക് കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ അല്ല. നമ്മളിപ്പോൾ കുരുമുളകിൻ്റെ പരിപാലനമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ നട്ടിട്ടുള്ള ഒരു സാൻഡോൾ ട്രീയുടെ അതിൽ ഫ്രൂട്ട് ഉണ്ടായിട്ട് കുറച്ച് ആളുകളായി. അപ്പോൾ അതിൽ ചേർന്നത് പഴുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നവരെ നമ്മളത് കഴിച്ചു നോക്കിയിട്ടില്ല. ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് നിങ്ങൾ പലരും ഓൾറെഡി നട്ടിട്ടുണ്ടായിരിക്കും, ഒരുപക്ഷെ നിങ്ങൾ കഴിച്ചു നോക്കിയിട്ടും ഇല്ലായിരിക്കും. വളരെ റെയർ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണല്ലോ. എനിവേ നമുക്കിത് ഒരെണ്ണം ഒന്ന് മുറിച്ച് കഴിച്ചു നോക്കാം. അപ്പോൾ ഇതിലൊരു 10-12 എണ്ണം ഉണ്ടായിട്ടുണ്ട്. എനിവേ ഉള്ളതിൽ ഏറ്റവും പഴുത്ത് ഇതാണെന്ന് തോന്നുന്നു. അത് നമുക്ക് മുറിച്ച് നോക്കാം. ഇതിങ്ങനെ ഓരോരോ ഫ്രൂട്ടായിട്ട് ഉണ്ടാകുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മുട്ടപ്പഴമാണെന്ന് തോന്നും. പണ്ട് കാലത്തൊക്കെ നമ്മുടെ പുരയിടത്തിലുണ്ടായിരുന്ന മുട്ടപ്പഴമായിട്ടൊരു സാമ്യമുണ്ട്. ഇതിപ്പോൾ കത്തി നമ്മുടെ കയ്യിലില്ല, ഒരു കത്രിയുള്ളൂ. ഇതിനൊന്ന് മുറിച്ച് നോക്കാം. ഇത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം നമ്മുടെ അബിയു ഫ്രൂട്ട് ഉണ്ടല്ലോ, അബിയു ഫ്രൂട്ട് പോലെയാണ്. എങ്ങനെ ഇതിൻ്റെ ഉള്ളിലുള്ള ഘടനയിൽ, ഇതിൻ്റെ ഉള്ളിൽ അബിയു ഫ്രൂട്ടിലൊക്കെ ഉള്ളതുപോലെ തന്നെ നല്ല രീതിയിൽ ഫ്ലഷ് ഉണ്ടാവും. അതിന് നടുക്ക് സീഡും ഉണ്ടാവും. ഇതുണ്ടോ? ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അബിയു ഫ്രൂട്ട് പോലെ തന്നെയാണ്. ഈ സെൻറ്ററിലുള്ള പോർഷൻ കണ്ടോ, ഇത് നമ്മുടെ കൊക്കോക്കായുടെ കാ പോലെ ഇങ്ങനെ ഇരിക്കുവാണ്. ഇത് ഫ്ലഷാണ്. ഈ ഫ്ലഷാണ് നമ്മൾ തിന്നുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കാ നമുക്ക് തിന്നാൻ കൊള്ളില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. അത് കുഴപ്പമില്ല. ഒരെണ്ണം നിലത്ത് പോയി ഗൈസ്. ഇത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരാണ്ട് കൊതി കിട്ടാന്ന് തോന്നുന്നു. സാരമില്ല, കോമൺ ആയിട്ടല്ലാത്തതല്ലോ. ഇത് 2 ദിവസത്തോടെ പറിച്ച് വെച്ചിട്ട് കഴിച്ചാൽ കൂടുതൽ മധുരം ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോഴും മധുരമുണ്ട്, പക്ഷേ എന്താ പറയുക, നമ്മളിപ്പോൾ പുളിയുടെ കാ തിന്നില്ലേ, കുടംപുളിയുടെ കാ തിന്നുമ്പോൾ ഒരു ചെറിയ പുളി രസമുള്ളൊരു മധുരമില്ലേ, ആ മധുരം പ്ലസ് നമ്മൾ കൊക്കോക്ക വായിലിട്ട് കഴിക്കത്തില്ലേ, അതിൻ്റെ ഫ്ലഷ് എടുക്കില്ലേ, അതുപോലെയൊക്കെ ഉണ്ട്. പക്ഷേ കൊക്കോനേക്കാളും പുളീനേക്കാളും ഒക്കെ ഈ ഇരിക്കുന്ന പോർഷൻ കണ്ടോ, നമ്മുടെ ജാതിക്ക മുറിച്ച് വെക്കുമ്പോൾ ഉള്ളതുപോലെ. അപ്പോൾ ഇത്രയും ഭാഗം ഫ്ലഷ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് കഴിക്കുമ്പോൾ നമ്മൾ കരിക്ക് തിന്നണ പോലെയൊന്നും പറയാൻ പറ്റില്ല. കരിക്ക് ഇച്ചിരിയോടെ ഹാർഡാണല്ലോ. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഷ് പോലുള്ള സംഭവമാണ്. ഇത് നമുക്ക് സ്ഥിരം കഴിക്കാനൊന്നും തോന്നത്തില്ല, പക്ഷേ 1-2 പ്രാവശ്യമൊക്കെ ആദ്യം കഴിക്കുമ്പോൾ ഒരു വെറൈറ്റി സാധനമാണ്. പിന്നെ സ്വാഭാവികമായിട്ട് ഇതിന് എന്തെങ്കിലുമൊക്കെ വൈറ്റമിൻസ് ഗുണങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. എനിവേ ഇത് നമ്മൾ പ്ലാന്റ് നട്ടത് കൊണ്ട് നമുക്ക് നഷ്ടമില്ല. ഇനി ഇതിൻ്റെ മറ്റ് ഗുണങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കണം. എനിവേ നമുക്ക് വല്ലപ്പോഴും തിന്നാനായിട്ട് കുഴപ്പമില്ലാത്തൊരു പ്ലാന്റാണ്. എനിവേ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇത് നിങ്ങൾ ആരെങ്കിലും കഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലാന്റ് എങ്ങനെയാണ് കായ്ക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, ബൈ.